ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറി ഏട്ടനുള്ള കോഫി റെഡിയാക്കി, എനിക്കുള്ള ചായ റെഡിയാക്കി. അപ്പോൾ ഏട്ടൻ കോഫി കുടിച്ചിട്ടൊന്ന് പഠിക്കണേ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് എൻ്റെ ചായ അങ്ങ് കുടിച്ച് തീർക്കാമെന്ന്. അങ്ങനെ എൻ്റെ ചായ കുടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ജോലികളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നത്തേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് ഞാൻ പുട്ടൊക്കെ പുഴുങ്ങി ചോറിന് വെച്ചു. അങ്ങനെ ഇതൊക്കെ ചെയ്ത് വന്നിട്ട് എണ്ണയുള്ള ചിക്കൻ കറിക്കുള്ളതെല്ലാം ആക്കി വെച്ചു. അങ്ങനെ അതെല്ലാം ചെയ്തു. ഏട്ടനുള്ള ചിക്കൻ കറി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ജിമ്മിൽ പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു റെസിപ്പി പോലെ ഒരു ഷോർട്ട് വീഡിയോ എന്തോ എൻ്റെ ഈ ചാനലിൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ കോഫിയാണ് ഏട്ടൻ ഇടുന്നത്. ഏട്ടനൊന്ന് ക്ലാസ്സിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു, ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റിട്ട് പിന്നെയും കോഫി കുടിച്ചിട്ട് വീണ്ടും വണ്ടി കഴുകാനായിട്ടിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പിന്നെ ഫ്രിഡ്ജിൽ പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ ബാലൻസ് 2 മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ കൂടെ ഇതുകൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് ചൂടാക്കി മാറ്റി. എന്നിട്ട് നിതീശ്വരൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള തോരൻ, അങ്ങനെ അരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 പീസ് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ചേർത്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനായി. ആ കൂട്ടത്തിൽ നമ്മുടെ മീനും പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിൻ്റെ എല്ലാ സൈഡും ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വിചാരിച്ചു വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാം, എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വീട് തൂത്ത് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി കേട്ടോ. റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മക്കൾ വന്നിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായി. പിന്നെ മക്കൾ വന്ന് അവർക്ക് ഫുഡ് കൊടുത്തിട്ട് അവർ ട്യൂഷന് പറഞ്ഞു വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് പോവാം എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചായ ഇട്ടത്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിപ്പം ഏട്ടന് കോഫിയാണ് കുടിക്കുന്നത്, ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനിപ്പോൾ അങ്ങനെ വൈകിട്ട് ഈവനിങ്ങിൽ ചായ കൂടി നിർത്തിയതാണ്. പക്ഷെ ഇന്നെന്തോ നല്ലാത്ത തലവേദന. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചായ ഇട്ട് കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. മക്കൾ വരാൻ ഇനിയും ഒരുപാട് ലേറ്റ് ആവും, 7:30 ആവും മക്കൾ വരുമ്പോൾ. അപ്പോൾ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ സാവകാശം പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴുള്ള ക്ലിപ്പാണ് കേട്ടോ ഇത്. കുറച്ച് സാധനങ്ങൾ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പോയത്. അടുത്തുള്ളൊരു നമ്മുടെ കടയിലാണ് കേട്ടോ പോയത്, ആലിംഗഡലിനൊക്കെ. എന്നിട്ട് നമ്മൾ കുറച്ച് അടുത്ത ജംഗ്ഷനിലുള്ള ഒരു കടയിലാണ് പോയത്. അപ്പോൾ വാങ്ങി ഞാൻ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് സാധനങ്ങളൊക്കെ അതായത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം TV കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. അതിനുശേഷം കുറച്ച് നേരം ഇപ്പോൾ കൊടുക്കാറുള്ളൂ. നേരത്തെ ഫുൾ ടൈം TVയിലായിരുന്നു, ഇപ്പോൾ കുറച്ച് നേരം കൊടുക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ചോറുണ്ണുമായിരുന്നു. അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.